നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 20 വ്യാഴാഴ്ച. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആർട്ടിക് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഓസ്ട്രേലിയയിൽ നിന്ന് $4.2 ബില്യൺ റഡാർ സംവിധാനം വാങ്ങുമെന്ന് അറിയിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. പാരീസിലും ലണ്ടനിലും നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തിയ ശേഷം സുനാവത്തിന്റെ തലസ്ഥാനത്തെ സൈനിക താവളത്തിൽ വെച്ചാണ് കാർണി ഇക്കാര്യം അറിയിച്ചത്. ഓവർ ദി ഹൊറൈസൺ റഡാർ കാനഡ US അതിർത്തിയിൽ നിന്ന് ആർട്ടിക് വരെ നേരത്തെ മുന്നറിയിപ്പ് നൽകും. ആർട്ടിക് പരമാധികാരം എന്നത് ഗവൺമെന്റിന്റെ തന്ത്രപ്രധാനമായ മുൻഗണനയാണെന്നും കാനഡ ഒരു ആർട്ടിക് രാഷ്ട്രമാണെന്നും കാർണി കൂട്ടിച്ചേർത്തു. അതേസമയം ഈ കരാർ പ്രഖ്യാപനം അന്തിമമായാൽ ഇതൊരു പ്രധാന കയറ്റുമതിയാകുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പ്രതികരിച്ചു. വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ ബെനിഫിറ്റ്സ് സ്കീം മരുന്നുകളുടെ വില കുറയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ലേബർ പാർട്ടി. മരുന്നുകളുടെ വില പരമാവധി $31.60 നിന്ന് $25 കുറയ്ക്കുമെന്നാണ് വാഗ്ദാനം. പദ്ധതി പ്രാബല്യത്തിലായാൽ പ്രതിവർഷം $200 ബില്യൺ ലാഭിക്കുവാൻ സാധിക്കും. ആരോഗ്യ പരിചരണ ചെലവുകൾ ഏറ്റവും ഉയർന്നിരിക്കുന്ന ഈ സമയത്ത് രാജ്യത്തെ പൌരന്മാർക്ക് മരുന്നുകളും ചികിത്സകളും കൂടുതൽ വില കുറഞ്ഞ രീതിയിൽ ലഭ്യമാക്കാൻ ഇത് സഹായകമാകുമെന്ന് ആരോഗ്യ വക്താവ് ആൻഡ്രസ്റ്റൺ അറിയിച്ചു. ഈ നയം 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. രാജ്യത്തെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പ്രതീക്ഷിച്ചിരുന്ന ഗ്യാസ് ക്ഷാമം 2028 വരെ ഉണ്ടാകില്ലെന്ന് ഓസ്ട്രേലിയൻ എനർജി മാർക്കറ്റ് ഓപ്പറേറ്റർ റിപ്പോർട്ട് ചെയ്തു. ഗ്യാസ് വിലയുടെ ഉയർച്ചയും വീടുകളും ബിസിനസ്സുകളും വൈദ്യുതി ഉപയോഗത്തിലേക്ക് മാറുന്ന പ്രവണതയുമാണ് ഗ്യാസ് ഉപയോഗം കുറയ്ക്കുവാൻ സഹായകമായത്. ന്യൂ സൌത്ത് വെയിൽസിലെ എറിക്ടൺ കോൾ പവർ പ്ലാന്റിന്റെ അടച്ചുപൂട്ടൽ 2027 വരെ വൈകിയതും ഗ്യാസ് ആവശ്യകത കുറയ്ക്കുവാൻ സഹായിച്ചുവെന്നും പറയുന്നു. അതിനാൽ ഗ്യാസ് ലഭ്യത കുറവ് 2028-29 വർഷങ്ങൾ വരെ ഉണ്ടാകില്ലെന്നാണ് AEMO അറിയിപ്പ്. ചികിത്സ ലഭിക്കുന്നതിന് മുൻപായി രോഗികൾ NSW അത്യാഹിത വിഭാഗങ്ങൾ വിടുന്നതായി പുതിയ കണക്കുകൾ. NSW ബ്യൂറോ ഓഫ് ഹെൽത്ത് ഇൻഫോർമേഷനിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഡാറ്റയുടെ വിശകലനം കാണിക്കുന്നത് 2024 അവസാന പാദത്തിൽ ചികിത്സ പൂർത്തിയാക്കാതെയോ അതിനു മുൻപോ 67,000-ലധികം രോഗികൾ അത്യാഹിത വിഭാഗങ്ങൾ വിട്ടു എന്നാണ്. 2019 അപേക്ഷിച്ച് ചികിത്സ കിട്ടാതെ പോയവരുടെ എണ്ണം 12,000 ഓസ്ട്രേലിയക്കാർ 2024 ഓൺലൈൻ ഷോപ്പിംഗിനായി ചെലവഴിച്ചത് $69 ബില്യൺ. 2025 വാർഷിക ഇ-കൊമേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് ഓൺലൈൻ വിപണികളിൽ നിന്നും $16 ബില്യൺ ബൾക്ക് പർച്ചേഴ്സും ഭക്ഷണം, മദ്യം എന്നിവയ്ക്കായി $13.6 ബില്യൺ ഫാഷൻ വസ്ത്രങ്ങൾ എന്നിവയ്ക്കായി $9.6 ബില്യൺ ചെലവഴിച്ചിരിക്കുന്നത്. ഓൺലൈൻ ഷോപ്പിംഗിൽ ഏകദേശം $25 ബില്യൺ ചെലവഴിച്ചിരിക്കുന്നത് ശതകോടീശ്വരന്മാർ തന്നെയാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 12% ഉയർന്ന മൊത്തം ചെലവ് എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തിയതും കണക്കുകൾ വ്യക്തമാക്കുന്നു. സൌരോർജ്ജ സംഭരണത്തിനായി ബാറ്ററികൾ ലഭിക്കുവാൻ വീടുകളെ സഹായിക്കുന്നതിനുള്ള ഊർജ്ജ പദ്ധതിക്കായി ശതകോടികൾ വാഗ്ദാനം ചെയ്ത ഗ്രീൻസ്. വരാനിരിക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വീടുകൾക്കും ബിസിനസ്സുകൾക്കും സൌരോർജ്ജത്തിനായി ഹോം ബാറ്ററി സംഭരണ സംവിധാനങ്ങൾ ലഭ്യമാക്കുവാനും ഇലക്ട്രിക് ഉപകരണങ്ങളിലേക്ക് മാറുവാനും സഹായിക്കുന്നതിന് ഗ്രീൻസ് $8 ബില്യൺ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ബാറ്ററി സ്റ്റോറേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വീടുകൾക്ക് $5,000 വരെ ഗ്രാന്റുകളും $10,000 വരെ കുറഞ്ഞ പലിശ വായ്പയും, ചെറുകിട ബിസിനസ്സുകൾക്ക് ഗ്രാന്റായി $10,000 കുറഞ്ഞ പലിശ വായ്പയായി $50,000 ഈ പദ്ധതി ലഭ്യമാക്കും. സൂചികാ മാറ്റങ്ങൾക്ക് കീഴിൽ സെൻട്രൽ ലിങ്കിലെ ദശലക്ഷക്കണക്കിന് പൌരന്മാരുടെ പേയ്മെന്റുകൾ വർധനവുകൾ രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിലാകും. പെൻഷൻകാർ, വാടകക്കാർ, തൊഴിലന്വേഷകർ എന്നിവരുൾപ്പെടെ 5 ദശലക്ഷത്തിലധികം ആളുകൾക്ക് മാറ്റത്തിന്റെ പ്രയോജനം ലഭിക്കും. കഴിഞ്ഞ 3 വർഷമായി പാസാക്കിയ സൂചികയുമായി സംയോജിപ്പിക്കുമ്പോൾ സ്വീകർത്താക്കൾക്ക് അവരുടെ യോഗ്യതയെ ആശ്രയിച്ച് പ്രതിവർഷം $3,913 മുതൽ $5,902 വരെ അധികമായി ലഭിക്കുമെന്ന് ഫെഡറൽ സർക്കാർ അറിയിച്ചു. കൂടാതെ പരമാവധി പെൻഷൻ നിരക്ക് രണ്ടാഴ്ചയിൽ $3.50 വർദ്ധിച്ച് $66.10 ഉയരും.
അശ്രദ്ധമായി വാഹനം ഓടിച്ച് 7 വയസ്സുള്ള ഇരട്ട പെൺകുട്ടികളുടെ മരണത്തിന് ഇടയാക്കിയ അമ്മയെ നോർത്ത് കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. റേച്ചൽ വാൻ ഒയാൻ എന്ന യുവതിയുടെ കാർ കഴിഞ്ഞ വർഷമാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിന്റെ തെറ്റായ വശത്തേക്ക് തെന്നിമാറിയ വാഹനം നിരവധി മരങ്ങളിൽ ഇടിച്ചാണ് നിർത്തുവാൻ സാധിച്ചത്. അപകടത്തിൽ പെൺമക്കളായ മേസി, റിലി എന്നിവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും വാന് നിസാര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഗുരുതരമായ പരിക്കേറ്റ മക്കൾ പിന്നീട് മരണപ്പെട്ടിരുന്നു. This part of the program sponsored by Tharawad Restaurant, Corinda, Brisbane. കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്ബെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാട് റെസ്റ്റോറന്റ്. കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രമേയം പാസാക്കി കർണാടക നിയമസഭ. പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി HK പാട്ടീലാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഏകപക്ഷീയമായ ബില്ലാണിതെന്നും പ്രതിപക്ഷത്തിന്റെ ശബ്ദങ്ങളെ കേന്ദ്ര സർക്കാർ തിരസ്കരിക്കുകയാണെന്നും മന്ത്രി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പുരുഷന്മാർക്ക് മദ്യം സൌജന്യമായി നൽകണമെന്ന് കർണാടകയിലെ JDS MLA MT കൃഷ്ണപ്പ നിയമസഭയിൽ. സ്ത്രീകൾക്ക് കർണാടക സർക്കാർ നിരവധി സൌജന്യങ്ങൾ നൽകുന്നുണ്ട്. ആണുങ്ങൾക്ക് ആഴ്ചയിൽ 1 കുപ്പി മദ്യമെങ്കിലും അനുവദിക്കണമെന്നായിരുന്നു MLAയുടെ ആവശ്യം. തൃശൂരിൽ ഡെഡ്മണി തട്ടിപ്പിൽ കുടുങ്ങി നിക്ഷേപകർ. അനന്തരാവകാശങ്ങളില്ലാതെ മരിച്ചവരുടെ നിക്ഷേപവും സ്വത്തും വാഗ്ദാനം ചെയ്താണ് വൻ തട്ടിപ്പ് നടത്തിയത്. ഇറിഡിയം ലോഹശേഖരത്തിന്റെ പേരിലും പണം വാങ്ങി പറ്റിച്ചതായി പരാതിയുണ്ട്. തൃശൂർ കേന്ദ്രീകരിച്ച് 500 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് പരാതി. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ആശാവർക്കർമാർ നടത്തിയ ചർച്ച പരാജയം. ആശാവർക്കർമാരുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കണമെന്ന് ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടു. യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങൾ കാണണമെന്ന മന്ത്രിയുടെ ഉപദേശത്തിന് സമരക്കാർ വഴങ്ങിയില്ല. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ